സംസ്കൃതത്തിൽ ഉള്ളതുമായ വചനം ഏതാണ്? ദ്വിവചനം. ഓർത്തോണം, ഏത് വചനമാണ്? അപ്പൊ മലയാളത്തിൽ നമുക്ക് ഒന്നിനെ സൂചിപ്പിക്കുന്നത് ഏകവചനം, ഒന്നിലധികമുള്ളത് ബഹുവചനം. എന്നാൽ സംസ്കൃതത്തിലോ ഒന്നിനെ സൂചിപ്പിക്കുന്നത് ഏകവചനം, രണ്ടെണ്ണത്തെ സൂചിപ്പിക്കുന്നത് ദ്വിവചനം, രണ്ടിലധികമുള്ളത് ബഹുവചനം. ഓക്കെ ആണല്ലോ? അപ്പൊ അത് നിങ്ങൾ മനസ്സിലാക്കി വെച്ചിരിക്കണം. ഇനി നമുക്കറിയാം, ഇപ്പൊ നോക്കിയോളൂ, ഏകവചനം എന്താണ്? ഏകവചനം എന്ന് പറയുമ്പോൾ ഒന്നിനെ അല്ലേ സൂചിപ്പിക്കുള്ളൂ. നമ്മൾ ഈ ഒന്ന് മാത്രമേ ഉള്ളൂ എന്ന് കാണിക്കാൻ എന്താ ചെയ്യുന്നേ? പേര് പറയും. രാമു, പൂവ്, കുട്ടി, എന്താണ്? ഏകവചനമാണ്. അതിനെ പ്രത്യേകിച്ച് നമുക്ക് പറയണോ? വേണ്ട. അപ്പൊ ഏകവചനത്തെ സൂചിപ്പിക്കാൻ വസ്തു ഏതാണോ അതിന്റെ പേര് മാത്രം പറഞ്ഞാൽ മതി. മനസ്സിലായോ? ഇനി ഈ പേരിന്റെ കൂടെ ബഹുവചനത്തിന്റെ പ്രത്യയങ്ങൾ ചേർത്താൽ അതെന്തായിട്ട് മാറും? ബഹുവചനമായിട്ട് മാറും അല്ലേ? ഇപ്പൊ മനുഷ്യൻ എന്ന് പറഞ്ഞാൽ അതെന്താണ്? മനുഷ്യൻ എന്ന് പറഞ്ഞാലോ മനുഷ്യൻ എന്താണ്? ഏകവചനം അല്ലെ? ഈ മനുഷ്യൻ എന്നുള്ളതിനെ ബഹുവചനമാകുമ്പോ എന്തോ കിട്ടും? മനുഷ്യർ കിട്ടും ആണല്ലോ. അപ്പൊ അവിടുത്തെ പ്രത്യയം ഏതാണ്? ആറു. എന്താണ്? ആറു. ആറു എന്നുള്ളത് ഒരു ബഹുവചന പ്രത്യയമാണ് അല്ലെ? ഇനി അമ്മ ഏകവചനമാണോ ബഹുവചനമാണോ? അമ്മ ഏകവചനം. അമ്മമാർ ആയാലോ ബഹുവചനം. അപ്പൊ ഏതാണ് പ്രത്യയം? മാർ. ഏതാണ്? മാർ. അപ്പൊ നമ്മൾ ബഹുവചനത്തിന്റെ അടുത്ത പ്രത്യയം പഠിച്ചു. ഏത്? മാർ. ഓക്കെ. ഇനി അടുത്തതോ കുട്ടി. ഏകവചനല്ലേ? കുട്ടികൾ. അപ്പൊ അവിടെ വന്നു കൾ വന്നു. ഓക്കെ ആണോ? അപ്പൊ നിങ്ങൾ നോക്കിക്കണേ, ബഹുവചന പ്രത്യയങ്ങൾ ഏതൊക്കെയാണ്? ഏതൊക്കെയാണ്? ഓക്കെ ആണല്ലോ? അപ്പൊ വചനം എന്ന് പറഞ്ഞാൽ വസ്തുവിന്റെ എണ്ണത്തെ സൂചിപ്പിക്കുന്നതാണ്. അതിനെ നമുക്ക് രണ്ടായിട്ട് വിഭജിക്കാം. ഒന്നിനെ കാണിക്കുന്നത് ഏകവചനവും ഒന്നിലധികമുള്ളത് ബഹുവചനവും. ഓക്കെ ആണല്ലോ? ഇനി നമ്മൾ എന്താ പറഞ്ഞു? ഏകവചനത്തിന് പ്രത്യേകങ്ങളൊന്നുമില്ല. ഏത് വസ്തുവിന്റെയും നാമം മാത്രം പറഞ്ഞാൽ അതെന്താണ്? ഏകവചനമാണ്. ഇത്രയൊക്കെ ആണല്ലോ? പിന്നെ എന്താ പറയുന്നത്? ബഹുവചനം. ഈ ഏകവചനമായി വരുന്ന നാമത്തിനോട് കൂടിയിട്ട് ബഹുവചനങ്ങളുടെ പ്രത്യയം ചേർത്താൽ അതെന്തായിട്ട് മാറുന്നു? ഒന്നിലധികമുള്ള വസ്തുക്കളായിട്ട് മാറുന്നു. ബഹുവചന പ്രത്യയങ്ങൾ ഏതൊക്കെയാണ്? ഇത്രയൊക്കെയാണ്.